താൻ ഒരു ചെറിയ ഫിഷാണ് ഈ രംഗത്ത്. ഈ ലഹരിക്കടത്തിലെ വമ്പന്മാർക്ക് പങ്കുണ്ട്. താനും ശ്രീനാഥ് ഭാഷയൊക്കെ ചെറിയ ആൾക്കാരാണ്, അതിലേക്ക് പോലീസ് വന്നിട്ടില്ല എന്ന് പോലീസിൻ്റെ അടുത്ത് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പം ഇയാൾ പറഞ്ഞു വെച്ചു. അത് പറഞ്ഞത് ഏകദേശം ശരിയാണ്. കാരണം ലഹരി അതുപോലെ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചു. പക്ഷേ ഇപ്പം സിനിമയുടെ ലൊക്കേഷനിൽ പഴയ പോലെ ലഹരി വരുന്നില്ല എന്നൊരു പരാതിയും കൂടെ ഇയാൾക്കുണ്ട്. കാരണം ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പലരും പോകുന്നുണ്ടാകാം. പോലീസിൻ്റെ ആക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഡാൻസ് ആഫിൻ്റെ ആക്ഷനുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വിജിലൻ്റാണ്. സമൂഹത്തിലെ പല ഉന്നതരും ഇതിനെപ്പറ്റി വിജിലൻ്റാണ്. പല രാഷ്ട്രീയക്കാരും മതസംഘടന ഉള്ളവരും ഇതിനെതിരായിട്ട് നീങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് മാർക്കറ്റിൽ സാധനം ലഭിക്കാൻ സ്വല്പം ടൈറ്റാണ് എന്ന് പറഞ്ഞു. അതേസമയത്ത് 24-ൻ്റെ ശ്രീകണ്ഠൻ നായരുടെ അടുത്ത് ഒരു കുട്ടി പറഞ്ഞു, നല്ല MDMA കിട്ടാൻ ഇപ്പം കഴിയുന്നില്ല എന്നൊരു പരാതി പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുതന്നെയല്ല, അത് പാലക്കാട്ടെ ഒരു കുട്ടിയാണ്, 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് അത് പറഞ്ഞത്. നല്ല സാധനം വരുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ്. അതുതന്നെയല്ല, ഇപ്പം വരുന്ന സാധനങ്ങൾ ഇത് പ്യുവർ സാധനം അല്ല എന്നുള്ളൊരു ധ്വനിയാണ്. അപ്പം കുട്ടികളൊക്കെ ധാരാളം അത് ഉപയോഗിക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലെ കളിയാക്കി പറഞ്ഞതാണോ എന്നറിയത്തില്ല. ഏതായാലും അതൊരു വാർത്തയായി അവർ 24-നകത്തൂടെ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ കുട്ടികൾ പലരും ആ ഇതിലേക്ക് അല്ലെങ്കിൽ ആ ഡ്രഗ്സിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. അതുകൊണ്ട് മാതാപിതാക്കളും അധ്യാപകരും സമൂഹത്തിലെ സാമൂഹ്യ പ്രവർത്തകരും പോലീസും ഡാൻസാഫും അതുപോലെ തന്നെ എക്സൈസും വളരെ വിജിലൻ്റായിട്ട് വേണം. നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വളരെ വിജിലൻ്റ് ആയിരിക്കും, കൃത്യമായ നടപടി വേണം. ഏതായാലും പോലീസ് ടോം ഷാക്കയും മറ്റൊരു ഇപ്പം കേസെടുക്കുകയും അതിനകത്ത് ഞാൻ അവരെ വിട്ടുകളയും എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കേസെടുത്തു, അയാളെ ജാമ്യത്തിൽ വിട്ടു. അത് നല്ല കാര്യം. അതിന് അയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു അറസ്റ്റ് അനിവാര്യമായിരുന്നു. അതെന്തായാലും എറണാകുളം അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറും അബ്ദുസലാമും ഒക്കെ ആ അറസ്റ്റ് എഫക്റ്റ് ചെയ്തത് നല്ല കാര്യം. അതുകൊണ്ട് ഇയാളുടെ ഹെയർ, ഇയാളുടെ നഖം, ഇയാളുടെ ബ്ലഡ്, അതുപോലെ ഇയാളുടെ ഫിംഗർ പ്രിൻ്റ്, ഇതെല്ലാം ഒരു അറസ്റ്റോടുകൂടി പോലീസിന് എടുക്കാൻ കഴിയും. അപ്പോൾ അത് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ സക്സസ്ഫുള്ളായിട്ട് പോലീസ് മുന്നോട്ട് വന്ന് പോലീസ് ഏകദേശം 7-7.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഡ്രഗ്സ് അടിച്ചുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് തന്നെ ഓടിയത് എന്തിന് എന്ന് പോലീസ് കൂടെ ചോദിക്കും. കാരണം അതാണ് പോലീസിന് അറിയേണ്ടത്. ഡ്രഗ്സ് അടിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെ ഓടിയത്. അതുകൊണ്ടാണ് ആ 3-ാം നിലയിൽ നിന്ന് എടുത്തു ചാടിയത്. ആ ഡ്രഗ്സിൻ്റെ ആ ഒരു ലഹരിയിലായിരുന്നു. 4-ാം നിലയിലായിരുന്നു അല്ലെങ്കിൽ 40-ാം നിലയിലായിരുന്നാലും അവിടുന്ന് ചാടും. അങ്ങനെയാണ് ആ ലഹരിയുടെ പ്രവർത്തനം മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ ആരോ ബെല്ലടിച്ചപ്പം തന്നെ കൊല്ലാൻ വന്നവരാണെന്ന് തോന്നി. ലഹരി അങ്ങനെ അടിക്കുന്നവരാണ് തന്നെ കൊല്ലാൻ വരുന്നത്, ശത്രുക്കൾ വരുന്നത്, ഗുണ്ടകൾ വരുന്നത് എന്നൊക്കെ മനസ്സിൽ തോന്നും. അങ്ങനെയാണ് ആ ജനലിൽ കൂടെ എടുത്ത് ചാടി ഓടിപ്പോയത്. അപ്പം പോലീസ് ചോദ്യം ചെയ്തപ്പം ലഹരി അടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ലഹരി ഒരു കൺസ്യൂമബിൾ എമൗണ്ട് അല്ലെങ്കിൽ സ്വന്തം ഒരു നേരത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരാൾ കൈവശം വെച്ചാൽ അത് ഒരു പെറ്റി കേസിൻ്റെ സ്വഭാവമേ ഉള്ളൂ. ഒരു 500 രൂപ 1000 രൂപ പിഴ, ജാമ്യം കൊടുക്കാം പോലീസ് സ്റ്റേഷന്. അത് തന്നെ സെക്ഷൻ NDPS 27 അനുസരിച്ച് ജാമ്യം കൊടുത്തു. തെളിവ് നശിപ്പിക്കാനായിട്ടൊക്കെ ഇയാൾ ശ്രമിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിലേക്ക് പോലീസിന് എവിഡൻസ് എടുക്കണം. താൻ ലഹരിയുടെ ഒരു മൂഡിലായിരുന്നു എന്നുള്ള തെളിവ് നശിപ്പിച്ചിട്ടാണ് തിരിച്ച് പോലീസിൽ വന്നത്. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പിയർ ചെയ്തത്. എന്തായാലും NDPS ആക്ടിനകത്ത് ഒന്നിച്ചിരുന്ന് ലഹരി കഴിക്കുന്നത് മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നതും കുറ്റകരമായത് സെക്ഷൻ 29, അതും ബെയിലബിളാണ്. പക്ഷേ പോലീസ് 27A എന്ന വകുപ്പായിരുന്നു ഇടേണ്ടത്. ഏതായാലും തിങ്കളാഴ്ച ആൾ വരും, നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ, ചൊവ്വാഴ്ച വരാനായിട്ട് നോട്ടീസ് കൊടുത്തപ്പം തലേദിവസമേ വരാം എന്ന് വലിയ അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ പറഞ്ഞിരിക്കുന്നു. പോലീസ് സമ്മതിച്ചു. തലേദിവസം 10 മണിക്ക് 27A NDPS ആക്ട് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്.
അത് നോൺ ബെയിലബിളാണ്. 10 വർഷം വരെ ശിക്ഷിക്കാം. 10 മുകളിലോട്ട് 20 വർഷം വരെ ശിക്ഷിക്കാം. ഒരു ഡ്രഗ് ട്രാഫിക്കിന് അനധികൃതമായി ഡ്രഗ് കച്ചവടക്കാർക്കോ ഡ്രഗ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഫൈനാൻസ് ചെയ്യുക, അതാണ് ആ വകുപ്പ്. 27A. 20,000 രൂപ ഇയാൾ ഡ്രഗ്സ് കച്ചവടക്കാരന് കൊടുത്തിട്ടുണ്ട് എന്ന് അക്കൗണ്ടിൽ നിന്ന് പോലീസിന് മനസ്സിലായി. അത് ഷൈം ടൗൺ ചാക്കോയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഒഫൻസാണ്, മേജർ ഒഫൻസാണ്. 20,000 രൂപയാണ് പോയത്. ഒരു പ്രാവശ്യം അടിക്കാനുള്ള 500,000 രൂപ അല്ല കൊടുത്തിരിക്കുന്നത്. പോലീസിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വകുപ്പുകളും പോലീസ് പ്രയോഗിക്കേണ്ടി വരും. കാരണം 238 അത് കോസിങ് ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ്, ഗിവിങ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അതൊക്കെ 238 വരും. 236 കള്ളമായിട്ട് മൊഴി കൊടുക്കുന്നത്. ഏതായാലും അയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പം 1000, 2000, 5000 രൂപ വരെ പലർക്കുമായിട്ട് 14 ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അത് ഡ്രഗ്സ് വാങ്ങിച്ചും കൊടുത്തതാണോ ഫ്രീ ആയിട്ട് കൊടുത്തതാണോ, ആ 14 ട്രാൻസാക്ഷനിലെ ആൾക്കാരെ പോലീസ് വിളിച്ചു വരുത്തണം. ആരാണ് അവർക്ക് എന്താണ് ബിസിനസ്, ഡ്രഗ് ബിസിനസ്സുകാരാണോ ആണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം. ഇയാളുടെ ഒപ്പം ഇയാൾ മൊബൈൽ ഫോൺ 3 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം മാത്രമേ കൊണ്ടുവന്നുള്ളൂ. മറ്റേത് എന്തിയെ 2 എണ്ണം ഉണ്ട്, അതെന്തിയെ കൊണ്ടുവരാത്ത, അത് മറന്നുപോയി എന്നാണ് പറഞ്ഞത്. ഏതായാലും അങ്ങനെയുള്ള ഉത്തരങ്ങളാണ് പലപ്പോഴും കൊടുക്കുന്നത്. ഈ 2000 മുതൽ 5000 രൂപ കൊടുത്ത 14 ട്രാൻസാക്ഷൻ്റെ ആൾക്കാരുടെ അഡ്രസ്സുമായുള്ള ജോലിയും അവരെ ഈ ഡ്രഗ്സ് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും പോലീസ് തിങ്കളാഴ്ച കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഇവർ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിലായിരിക്കും ചോദിക്കുന്നത്. കാരണം ഇനി വലിയ 2-3 ഇടപാടുകളുണ്ട്. ആലപ്പുഴയിലെ തസ്ലിമ സുൽത്താന, അവർ കണ്ണൂർകാരിയാണ്, ഡ്രഗ്സ് വിൽപ്പനക്കാരിയാണ്, ഹോൾസെയിൽ വിൽപ്പനക്കാരിയാണ്. അവർ രഹസ്യമായിട്ട് ഇയാൾക്ക് ഡ്രഗ്സ് കൊണ്ടുവന്നു. ഡെലിവറി ചെയ്യാൻ നേരത്ത് എക്സൈസ് പിടിച്ചു. അതിൻ്റെ പണം എങ്ങനെ കൊടുത്തു, എത്ര കൈമറിഞ്ഞിട്ടാണ് അവർക്ക് എത്തിയത്, ഡയറക്റ്റ് ട്രാൻസാക്ഷൻ കാണാൻ സാധ്യത വളരെ കുറവാണ്. ഡിജിറ്റലായിട്ടുള്ള അക്കൗണ്ട് പലതിൽ കൂടെയും ട്രാൻസ്ഫർ ചെയ്ത് വന്നിരിക്കാം. വലിയ എമൗണ്ടാണ്. പണം കിട്ടിയെങ്കിൽ മാത്രമേ തസ്ലിമ അവർ പറയുന്ന സ്ഥലത്ത് വന്ന് ആ സാധനം കളക്ട് ചെയ്യാം. കാരണം കച്ചവടത്തിൽ വളരെ കൃത്യത പാലിക്കുന്ന ഒരു സ്ത്രീയാണ് തസ്ലിമ. പൈസ നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് കൊടുക്കാം, സാധനം വരും. പക്ഷേ സാധനം നമ്മൾ കണക്ട് ചെയ്യുക. പൈസ അയച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം നിങ്ങൾക്ക് സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി തരും. പക്ഷേ അവർ പറയുന്ന സ്ഥലത്ത്, സേഫായിട്ടുള്ള സ്ഥലത്ത് അവർ പറയും അവിടെ പെട്ടെന്ന് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് മടങ്ങണം. അങ്ങനെ മടങ്ങാനായിട്ട് ആലപ്പുഴ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അവിടെ പിടി വീണത്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സൈസിലൊരു ഇൻസ്പെക്ടറാണ് അത് ട്രാക്ക് ചെയ്തത്. ആ കേസ് പിന്നെ ഫർദറായിട്ടുള്ള പ്രോഗ്രസിനെ പറ്റി ഒന്നും കണ്ടില്ല. അതുകൊണ്ട് ആ കേസ് കേരള പോലീസ് ടേക്ക് ഓവർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അത് വലിയ ക്വാണ്ടിറ്റിയാണ്. ആ വലിയ ക്വാണ്ടിറ്റി ഇയാൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ 10-20 വർഷം ഷൈം ടൗൺ ചാക്കോയും സുഹൃത്തുക്കളും അകത്ത് കിടക്കേണ്ടി വരും. കാരണം സമൂഹത്തിനത് വളരെ ആവശ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ കുട്ടികൾ മുഴുവൻ ഇയാളെ ഫോളോ അപ്പ് ചെയ്യും. കാരണം സിനിമാ താരമാണ്, ഇയാൾ ഒത്തിരി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം ധാരാളം പേര് ഫാൻസാണ്. അവർക്ക് പലർക്കും സിനിമാ മോഹമുള്ളവരാണ്. അത് ഷൈം ടൗൺ ചാക്കോയെ പോലെ സിനിമാ അഭിനയ നേതാവാണെങ്കിൽ അവർക്ക് അറിയാം ലഹരി ഉപയോഗിക്കണം, അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ ലെവലിൽ എത്തുള്ളൂ എന്ന് അവരിങ്ങ് ചിന്തിക്കും. അവരെ കുറ്റം പറയാൻ ഒക്കില്ല. കുട്ടികൾ അങ്ങനെയാണ് അത് പഠിക്കുന്നത്. മെത്താഫെറ്റാഫിൻ, കഞ്ചാവും ഒക്കെ വലിക്കുന്നവർക്കേ ഇങ്ങനെ ചെല്ലാൻ ഒക്കുള്ളൂ എന്ന് അവർ കരുതും. അതുകൊണ്ട് ഷൈം ടൗൺ ചാക്കോയെയും അയാൾ അഹമ്മദ് മുർഷാദും അവർ രണ്ടുപേരെയും ജാമ്യത്തിൽ വിട്ടെങ്കിലും തിങ്കളാഴ്ച രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സജീർ എന്ന് പറഞ്ഞ ആളാണ് ലഹരി കച്ചവടം ചെയ്തിരിക്കുന്നത്. അയാളെയും ഈ കേസിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വരും.